ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ പുതിയതായി ആരംഭിക്കുന്ന കാത്ത് ലാബിൻ്റെ ഉദ്ഘാടനവും സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനവും വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ആശുപത്രി അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യത്യസ്തമായ ആരോഗ്യ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുക. ആ ആരോഗ്യ സംസ്കാരത്തിൽ ആതുര സേവനം എന്ന് പറയുന്നത് ഒരു മനുഷ്യ സേവനം മുഖമായി ഉയർത്തിപ്പിടിച്ച ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചു എന്നതാണ് ഒന്നാമതായി ഈ സ്ഥാപനം വളർന്ന് മുന്നോട്ട് പോകാനുണ്ടായ ഒരു കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാത്ത് ലാബിൻ്റെ സമർപ്പണമാണ്. ബഹുമാന്യനായ നമ്മുടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് അവർകളാണ് ഈ കാത്ത് ലാബ് സമർപ്പണം നടത്തുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം വേണം എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു കെട്ടിടങ്ങൾ നമുക്ക് ഉണ്ടായി വരേണ്ടതുണ്ട്. ആ 7 നിലയിൽ വരുന്ന ഒരു ബഹുനില കെട്ടിടം ഏതാണ്ട് 1,80,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ആ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം കൂടി ആ ദിവസം എന്ന് പറഞ്ഞാൽ ഈ 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശനിയാഴ്ച നടക്കുന്നുണ്ട്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത് മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ ബഹുമാന്യനായ അഹമ്മദ് കെയാണ്. ഈ നേരത്തെ പറഞ്ഞ കാർഡിയോളജിസ്റ്റ് 3 കാർഡിയോളജിസ്റ്റ് ഇരിക്കുന്ന കാർഡിയോളജി ബ്ലോക്ക് നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം MK രാഘവൻ MP ആണ് നിർവഹിക്കുക. അതുപോലെ തന്നെ കുറേ വർഷങ്ങളായിട്ടുള്ള ശാന്തിയുടെ ആഗ്രഹമായിരുന്നു ഒരു വിശാലമായ സൗകര്യമുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ MK മുനീർ MLA നിർവഹിക്കും. ആൻജിയോഗ്രാം ചെയ്ത് കടത്തുന്ന CCU കാർഡിയാക് കെയർ യൂണിറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം KCB പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഏറ്റവും കൺസപ്ഷൻ ഹോസ്പിറ്റൽ ഉണ്ടാകും. ഇതിന് കുറച്ചുകൂടി ഒരു പ്രകൃതിപരമായിട്ട് തന്നെ നമ്മുടെ ഒരു സോളാർ സിസ്റ്റം നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. ഒരു 120 kW ആ സോളാർ സിസ്റ്റം ഉദ്ഘാടനം ചെയ്യുന്നത് ലിൻഡോ ജോസഫ് MLA ആണ്. പലപ്പോഴും ഒരു നെഞ്ചുവേദന വന്നാൽ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആണെങ്കിൽ നമ്മൾ എത്രയും നേരത്തെ ആ രക്തക്കുഴൽ ഓപ്പൺ ചെയ്താൽ പ്രസ്തുത മസിൽ ഭാഗത്തേക്ക് രക്തം എത്തിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ 3 മണിക്കൂറിലാണ് ഏറ്റവും മാക്സിമം മരണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ആംബുലൻസ് ഡ്രൈവർമാരെയും പൊതുപ്രവർത്തകരൊക്കെ ഈ CPR-നും അതുപോലെ ഹാർട്ടിനെ സംരക്ഷിക്കാനുള്ള എമർജൻസി ചികിത്സ അത് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ റീസണാണ്. നവീകരിച്ച ഡയാലിസിസ് സെൻറ്റർ ഇംപെക്സ് ഗ്രൂപ്പ് ചെയർമാൻ C ന്യൂവൈസും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫാർമസി മിനാർ ഗ്രൂപ്പ് MD A മുഹമ്മദ് ഷാഫിയും കാർഡിയാക് ഫാർമസി ദുബായ് അൽറാഷിദിയ അൽനൂർ പോളിക്ലിനിക് ചെയർമാൻ T അഹമ്മദും ഉദ്ഘാടനം ചെയ്യും. 1988 കേവലം ക്ലിനിക്കായി ആരംഭിച്ച ശാന്തി ഹോസ്പിറ്റൽ ഇന്ന് മലബാറിലെ പ്രധാനപ്പെട്ട ആതുരാലയങ്ങളിൽ ഒന്നാണ്. കാത്ത് ലാബ് ആരംഭിക്കുന്നതോടെ മലയോര മേഖലയിലെ നിരവധി രോഗികൾക്ക് അടിയന്തര ചികിത്സാ സഹായം ലഭ്യമാക്കാൻ കഴിയും. ശാന്തി ഹോസ്പിറ്റൽ ചെയർമാൻ M അബ്ദുൽ ലത്തീഫ്, ആശുപത്രി സെക്രട്ടറി EK മുഹമ്മദ്, ജനറൽ മാനേജർ MK മുബാറക്, ശാന്തി ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷെഫീഖ് മാട്ടുമ്മൽ, മീഡിയ കൺവീനർ K ഇബ്രാഹിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.